ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ ട്യൂബർ അവൈലബിൾ ആണോ, സെയിലുണ്ടോ എന്ന്. അപ്പോൾ എല്ലാവരും വാട്സാപ്പിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും കുറേ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ ഇനി ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ട്യൂബേഴ്സ് സെയിലിനായിട്ട് സ്റ്റോക്കില്ല. ഒരുപാട് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊന്നും ആരും ഇങ്ങനെ ലോട്ടസ് വളർത്തുന്നില്ല. അപ്പോൾ നമ്മൾ വളർത്തിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു ഫ്ലവറൊക്കെ കണ്ടപ്പം. അപ്പോൾ എല്ലാവരും അപ്പം തന്നെ നമുക്ക് ഓർഡർ തന്നു, ഇന്ന വെറൈറ്റീൻ്റെ ട്യൂബേഴ്സായ പറയണേന്ന്. അങ്ങനെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈനായിട്ട് സെയിലിടാൻ പറ്റിയില്ല. നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂബേഴ്സായാൽ പറയണം കേട്ടോ എന്ന്. പക്ഷേ അവർക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല. ഡയറക്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് വാങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് നടാനെടുത്ത് വെച്ച കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ. അതുകൊണ്ട് ആരും ഇനി ട്യൂബേഴ്സ് ചോദിക്കരുത്. വീഡിയോ കാണുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ നല്ല ട്യൂബേഴ്സൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് എനിക്ക് നട്ട് വെക്കാൻ വേണ്ടിയിട്ട് 1-2 ട്യൂബേഴ്സ് മാത്രമാണ് കേട്ടോ എടുത്ത് വെച്ചത്. എല്ലാം അത്യാവശ്യം സൈസുള്ള ട്യൂബേഴ്സ് തന്നെയായിരുന്നു. ഉള്ള സൈസുള്ള തന്നെയാണ് എല്ലാവർക്കും ഞാൻ കൊടുത്ത്. അതിൽ ചെറുത് നോക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചെന്നുള്ളൂ കേട്ടോ. ഇത് പെന്നിവേട്ടിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പ്ലാന്റ് ആരുടെ ഉണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാനിത് 2 ദിവസം ഇവിടെ ഇല്ലാത്തപ്പോൾ വന്ന സമയത്ത് കുറച്ച് വെള്ളം ഡ്രൈ ആയിപ്പോയി. ആ സമയത്ത് ഈ ഒരു പോട്ടിലേക്കോട്ട് ഇറക്കി വെച്ചപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും കൂടി വന്ന്. അപ്പോൾ എത്രത്തോളം വെള്ളം കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരും കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതിലിപ്പോൾ ഗപ്പി ഫിഷിനെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പോട്ടിലൊക്കെ നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്ന സമയത്ത് ഫിഷിനെ ഇടാൻ മറന്നു വരുതേ, പെട്ടെന്ന് തന്നെ കൊതുക് വരും. അപ്പോൾ ഗപ്പി ഫിഷ് ഉണ്ടായി മാക്സിമം അത് ഒഴിവാക്കുക, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഫിഷിനിട്ട വാട്ടറും കൂടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും. അതിൻ്റെ വേസ്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ 1-2 മാസമൊക്കെ ഈ ട്യൂബേഴ്സ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. ഒന്നുമല്ല, നല്ലൊരു ടൈം കിട്ടുമ്പോൾ നടാൻ വേണ്ടിയിട്ടാണ്. ചിലതിലൊക്കെ സ്റ്റാൻഡിങ് ലീഫ് വരെ വന്നിട്ടുണ്ടാവും. അത്രയും വൈകിയൊക്കെ ഞാൻ നട്ട് വെക്കാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരാറില്ല കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ ഒരുപാട് പായലും ഉണ്ട്. പിന്നെ എല്ലാ ട്യൂബേഴ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയത്. നല്ല ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചിലതൊക്കെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്താകുമ്പോൾ ഫ്ലവറൊക്കെ അത്യാവശ്യമായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാണാറ്. അപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂബേഴ്സും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ കെയറൊന്നും പിന്നെ കൊടുക്കേണ്ടിയൊന്നും വന്നില്ല. പിന്നെ ഒച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നില്ല. ഇവിടെ ഒരു തേക്കിൻ്റെ മരമുണ്ട്. അതിൻ്റെ ലീഫ് എല്ലാ ചെടികളിലേക്കാണേലും അങ്ങനത്തെ ഇവിടെ സൈഡിൽ വെച്ച എല്ലാത്തിലേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെടുത്ത് കളയലൊരു പണി തന്നെയാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അത് തന്നെ ഓർഡർ ഇനി ആരും തരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടില്ല ഓരോ ട്യൂബേഴ്സിൻ്റെ സൈസ്, അത്യാവശ്യം നല്ല സൈസുള്ള ട്യൂബറാണ്. ഇതിനേക്കാൾ സൈസുള്ള ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തത്. എല്ലാവരും അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുത്തു. നമ്മൾ എടുത്തപ്പം തന്നെ കൊടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ അതുകൊണ്ട് ആരും ഇനിയിപ്പോൾ ട്യൂബേഴ്സിന് വേണ്ടി മെസ്സേജ് അയക്കരുത്. നമ്മളടുത്തുനിന്ന് മുന്നേ ചെടിയൊക്കെ വാങ്ങിച്ച കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലോട്ടസിന് ട്യൂബർ ഉണ്ടോയെന്ന്. അവരോടൊക്കെ ഞാൻ ആയിട്ട് തരാമെന്നായിരുന്നു പറഞ്ഞത്. വെരി സോറി, നമുക്ക് അതിന് മാത്രമുള്ളൊരു ട്യൂബേഴ്സ് ഇല്ലായിരുന്നു അങ്ങനെ സെയിലായിട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും പറയുന്നതാണേ. ഞാൻ നട്ടുവെച്ച വെറൈറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം വളം വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. അതുപോലെ തന്നെ ഈ ഒച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നില്ല. ചിലരൊക്കെ അങ്ങനെ ഒച്ചൊക്കെ ഉണ്ടായിട്ട് ലീഫും ട്യൂബർ വരെ ഇങ്ങനെ നശിച്ചു പോകുന്നതൊക്കെ കാണിക്കാറുണ്ട്. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എല്ലാവർക്കും വരണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത്ര ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല കേട്ടോ. നമുക്കൊരു പ്ലാന്റൊക്കെ നട്ട് കഴിഞ്ഞാൽ സക്സസ് ആവാണ്ടൊക്കെ നമുക്കൊരു ചടപ്പ് വരുമല്ലോ. പക്ഷെ എനിക്ക് ലോട്ടസിലും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നില്ല.
നല്ല ട്യൂബേഴ്സ് കിട്ടുകയും ചെയ്തു. അതിലും ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എങ്ങനെയാണ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ നടുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് നടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ. എനിക്ക് നല്ല സക്സസ് ആയിട്ടാണ് തോന്നിയത്. സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തു. നല്ല റിസൾട്ടും കിട്ടി. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളെ കമൻറ്റ്സ് എന്തായാലും എന്താണ് എന്നുള്ള ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് അത്രയും ട്യൂബേഴ്സാണ് നമുക്ക് നട്ട് വയ്ക്കാനുള്ളത്. ഇനി നടുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ചെയ്യാം. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.